ഹയോ, എന്താ ചേക്ക്? ഹയോ, എനിക്ക് ഇന്ന് ഇച്ചിരി നേരത്തെ പോകണം. എന്താടാ, സാധാരണഗതിയിലുള്ളതല്ലല്ലോ ഇത്. എന്തു പറ്റി? ആന്റിയും അങ്കിളും അബ്രോഡിൽ നിന്ന് എത്തിയോ? എത്തി. കൂടെ അമ്മു വന്നിട്ടുണ്ട്. ആണോ? എങ്കിൽ നീ വേഗം പൊക്കോ. നാളെയോ മറ്റന്നാളോ പ്രോഗ്രാം കഴിയും. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് വന്നേക്കാം. ഓക്കെ ഹയോ. താങ്ക് യു ഹയോ. ബൈ. ശരിയടാ, സൂക്ഷിച്ചു പോണേ. ഓക്കെ ഹയോ. അങ്ങനെ നമ്മുടെ ജെ.കെ ധൃതി പിടിച്ച് പ്രോഗ്രാം സ്ഥലത്ത് നിന്നും എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ജെ.കെ പിറ്റേന്ന് രാത്രി തന്നെ തിരിച്ച് വീട്ടിലെത്തി. ജെ.കെയുടെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ എടുത്ത് ഡോർ ഓപ്പൺ ചെയ്ത് ഓടി സ്റ്റെയർ കയറി. ആദ്യം തന്നെ അവന്റെ റൂമിനോട് ചേർന്ന ഒരു റൂമുണ്ട്. അതിന്റെ ഡോറാണ് ഓപ്പൺ ചെയ്തത്. എന്നാൽ അവന്റെ മുഖത്ത് ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവൻ ആ റൂം ഫുള്ള് തിരയാൻ തുടങ്ങി. ആ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവന് വല്ലാത്തൊരു മൂഡ് ഓഫ് ആയി. അമ്മു വന്നില്ല അല്ലേ? നീ വരുമെന്ന് കരുതി. അമ്മു, എന്നെ ഒന്ന് കാണണമെന്ന് പോലും നിനക്ക് തോന്നുന്നില്ലല്ലോ. സാരമല്ല, കുഞ്ഞുനാളിൽ നീ എനിക്ക് പ്രപ്പോസ് ചെയ്തതും ഞാനത് തിരിച്ച് അക്സെപ്റ്റ് ചെയ്തതുമൊക്കെ നീ മറന്നിട്ടുണ്ടാവുമല്ലേ. ഞാനാണ് ഒരു വിഡ്ഢി, കുട്ടിക്കാലത്തെ ഓർമ്മകൾ കൊണ്ട് നടക്കും, നിന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്. സാരമില്ല, എനിക്ക് നിന്നെ വിധിച്ചിട്ടുണ്ടെന്ന് സമാധാനിക്കാനല്ലേ എനിക്ക് സാധിക്കൂ എന്ന് സ്വയം അവൻ തന്നെ അവനെ മറന്ന് വെക്കിയോ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അവൻ അവൻ്റെ റൂമിലേക്ക് തിരിച്ചു നടന്നു. അവൻ്റെ റൂം ഡോർ ഓപ്പൺ ചെയ്തു. ലൈറ്റ് കൂടെ ഇടാതെ അവൻ ബെഡിലേക്ക് കിടന്നു. അവൻ്റെ ബാക്ക് പാക്ക് എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് മെല്ലെ അവൻ്റെ ചെസ്റ്റിലൊരു കൈ വന്നു വീണു. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. എങ്കിലും ആ കൈ മെല്ലെ തടവി നോക്കി. അതൊരു പെൺകുട്ടിയുടെ കൈയാണ്. അവൻ ഉറപ്പിച്ചു. അവൻ്റെ പാൻ പോക്കറ്റിലുണ്ടായിരുന്ന സെല്ലെടുത്തു. അതിലുണ്ടായിരുന്ന ടോർച്ച് ഓൺ ചെയ്തു. ആ കൈ ഫസ്റ്റ് ഒന്ന് നോക്കി. അതെ, ഒരു പെണ്ണിൻ്റെ കൈ തന്നെ. അവൻ ആ കൈ വീണ ഭാഗത്തേക്ക് മെല്ലെ ടോർച്ചടിച്ചു. അവൻ്റെ ചുവന്ന ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു, ഒരു കള്ളച്ചിരി. അമ്മോ, നീ വന്നുവല്ലേ? അതും എൻ്റെ റൂമിൽ? അമ്മു പെട്ടെന്ന് അവളൊന്ന് ചിണുങ്ങാൻ തുടങ്ങി. അമ്മ. ജെ.കെ മെല്ലെ കണ്ണുകൾ അടച്ചു. ഇറുകി തന്നെ അടച്ചു. പക്ഷേ അവളുടെ ആ ചിണുക്കം കുറച്ചു നേരമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സൈലൻ്റായി. അവൻ മെല്ലെ ആ ടോർച്ച് വീണ്ടും അവളുടെ മുഖത്തേക്ക് അടിച്ചു. അവളുടെ മുടിയിഴകളിൽ അവളുടെ പുരുകത്തോടും മുഖത്തോടും ചേർന്നൊരു മുടിയിഴ വന്ന് വീണ് കിടന്നിരുന്നു. അവൻ മെല്ലെ അത് അവളുടെ മുടിയിലോട്ട് മെല്ലെ ഒരു ഒപ്പിച്ചു വയ്ക്കൽ പോലെ വെച്ചു. അതെ, അവൻ അവളെ ആസ്വദിക്കാൻ തുടങ്ങി. അമ്മു, കുട്ടിക്കാലത്തുണ്ടായിരുന്ന മുഖഭാവം തന്നെ നിനക്കിപ്പോൾ. ഒരു ചേഞ്ചിങ്ങും ഇല്ല. പക്ഷേ അതീവ സുന്ദരിയാണ് നീ ഇപ്പോൾ. അതാണല്ലേ പറയുന്നേ, പെൺകുട്ടികൾ വളർന്നു വളർന്നു വരുമ്പോഴത്തേക്കും അവരുടെ സൗന്ദര്യം വർദ്ധിക്കുമെന്ന്. അന്ന് നീ ചബ്ബികളായിരുന്നു, ഇപ്പോതാ സ്ലിം ആയിരിക്കുന്നു. എനിക്ക് പണ്ടത്തെ ചബ്ബികളിനെയാണ് ഇഷ്ടം. പക്ഷേ ഇതും കുഴപ്പമില്ല. നീ എങ്ങനെയാണെങ്കിലും, അതിപ്പോൾ കറുത്തിട്ടാണെങ്കിലും ശരി, വെളുത്തിട്ടാണെങ്കിലും ശരി, തടി വെച്ചിട്ടാണെങ്കിലും ശരി, മെലിഞ്ഞിട്ടിരിക്കുകയാണെങ്കിലും ശരി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പെട്ടെന്ന് അവൾ പിന്നെയും അവൻ്റെ സൈഡിലേക്ക് ചരിഞ്ഞു കിടന്നു. അവൻ മെല്ലെ കണ്ണുകളടച്ചു. അവൾ അവൻ്റെ കൈ മെല്ലെ ചരിച്ചു. ആ ചലിക്കുന്നത് എന്നോണം പെട്ടെന്ന് കയറി നമ്മുടെ ആമ ആ കൈ തൊണ്ടയിൽ വന്ന് വീണു. അവൻ്റെ നെഞ്ചിനോട് ഒരു കൈ വെച്ചു. അവൻ മെല്ലെ പിറുപിറുത്തു. അമ്മു, നിന്റെ കുട്ടിക്കാലത്തെ ശീലങ്ങളൊന്നും നീ മാറ്റിയിട്ടില്ലല്ലേ? കുട്ടിക്കാലത്ത് നീ ഇതേപോലെ ആയിരുന്നു. നീ വെക്കേഷനൊക്കെ വരുമ്പോൾ എൻ്റെ റൂമിലാണ് കിടക്കാറ്, എൻ്റെ നെഞ്ചോട് ചേർന്ന് ഇതേ രീതിയിൽ. ആ ശീലം നീ ഒട്ടും മറന്നിട്ടില്ലല്ലേ? എനിക്ക് നിന്നെയാണ് ഒരുപാട് ഇഷ്ടം. എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. നീ ഉറങ്ങിക്കിടക്കുമ്പോഴെല്ലാം നിന്നെ ആസ്വദിക്കാറാ പതിവ്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആ രാത്രി അതേ പടി കടന്നുപോയി. അവളെ നോക്കിയ രീതിയിൽ തന്നെയാണ് അവൻ്റെ കിടപ്പ് ഇപ്പോഴും. രാവിലെയായി. മെല്ലെ കണ്ണു തുറന്നു. ആമി. ബണ്ണി ബണ്ണി എപ്പോഴാ എത്തിയേ? അയ്യോ, ഇത് ബണ്ണിയുടെ റൂമല്ലേ? മെല്ലെ അവൾ ശബ്ദമുണ്ടാക്കാൻ എണീറ്റ് വാതിൽ തുറന്നു അവളുടെ റൂമിൽ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജെ.കെ കണ്ണു തുറന്നു. പോയോ? എന്നെ എന്നെ ഇഷ്ടമല്ലേ അവൾക്ക്? സാധാരണ ഇങ്ങനെയല്ലല്ലോ. കുട്ടിക്കാലത്ത് വാതോരാതെ സംസാരിക്കുന്ന നിർത്തി, വികൃതി കാട്ടുന്ന നിർത്തി. ഞാൻ കിടന്നിറങ്ങുമ്പോൾ
എൻ്റെ മുഖത്തെല്ലാം കുത്തി വരയ്ക്കുന്ന നിർത്തി. എനിക്ക് കൊമ്പം മീശകൾ വരയ്ക്കുന്ന നിർത്തി. ഇപ്പോ ഒന്നും മിണ്ടാതെ എന്നെ എന്നെ എഴുന്നേൽപ്പിക്കാതെ പോലും, എന്നോട് ഒന്ന് സംസാരിക്കാതെ പോലും എൻ്റെ റൂം വിട്ട് നീ പോയോ? അത് അവന് വല്ലാതെ വിഷമം തോന്നി. സാധാരണ നമ്മുടെ ആമിയാന്നെ വായാടിയാണ്. നമ്മുടെ ബന്നിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തുരു 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 തുരാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അവൻ ഉറങ്ങിക്കിടക്കാൻ ശല്യം ചെയ്യും. പേനയും പെൻസിലും ഒക്കെ എടുത്തിട്ട്, കളർ സ്കെച്ചൊക്കെ എടുത്തിട്ട് മുഖത്ത് അവന് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വികൃതമായിട്ടുള്ള പടങ്ങൾ വരച്ചു വയ്ക്കും. കൂടാതെ കൊമ്പം മീശകളും. ഇതെല്ലാം ആലോചിച്ചു അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വെളിയിൽ വന്നു. അതെല്ലാം തുടച്ചിട്ട് പിന്നെയും അവൻ കിടന്നു. അപ്പോഴാണ് അവൻ്റെ റൂമിൻ്റെ ഡോറിലൊരു നോക്ക് സൗണ്ട് കേൾക്കുന്നത്. ജെക്കെ, ജെക്കെ, അമ്മയാടാ. അമ്മ. ആമ്മ വരുന്നോ? ജെക്കെ പെട്ടെന്ന് അവൻ റൂമിൻ്റെ ഡോർ തുറന്നു. അമ്മ. എടാ, എപ്പോഴാ നീ വന്നേ? ഇന്നലെ രാത്രിയല്ലേ നീ വന്നേ? അതമ്മ, ഇല്ല, ഞാൻ രാവിലെയാണ് വന്നത്. ഏർലി മോർണിംഗ്. ഇതാരാ അമ്മയടുത്ത് പറഞ്ഞ രാത്രി വന്നിട്ടുണ്ടെന്ന്? അല്ല, ഹയോങ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്തിയോന്ന് ചോദിച്ചൊരു കോൾ വന്നിരുന്നു രാവിലെ തന്നെ. ഈ അയോങ്ങിനകത്ത് കൊണ്ട് തോറ്റു. ഇങ്ങനെ കൂടെ ആരാ കോൾ ചെയ്യാൻ പറഞ്ഞു? എന്താടാ, അവനേ ഉള്ളു ഇച്ചിരിയെങ്കിലും എന്നോട് സെന്റിമെന്റ് ഉള്ളത്. നീ എവിടെ പോയാലും ഒന്നും പറയാതെ പോകുന്നത്. പക്ഷെ അവനങ്ങനല്ല. നീ എവിടെ പോകുന്നു, നീ എന്ത് ചെയ്യുന്ന എല്ലാ ന്യൂസും എനിക്ക് എത്തിക്കും. ഓഹ്, എനിക്കറിയാമ്മ. എന്തൊക്കെയോ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചു. മതി മതി, നിന്റെ പഞ്ചസാരയിൽ ഞാനങ്ങ് വീണു. ഇനിയും പുകഴ്ത്തി തള്ളി കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് പോകും. മാമൻ്റെ കണക്ക്. ഒന്ന് പോമ്മ. ജെക്കെ, നീ ഫ്രഷ് ആയിട്ട് വന്നാ അമ്മ കോഫി ഇട്ടേരാ. അമ്മ. എന്താടാ? അമ്മ, എനിക്ക് എന്താണെന്നറിയോ, ഒരു തലവേദന. തലവേദനയോ? പരിഭ്രമിച്ച് അവനെ നെറ്റിത്തടങ്ങളിൽ കൈവച്ചു. ചൂടൊന്നുമില്ലല്ലോ. എന്തു പറ്റി നിനക്ക്? പനി വല്ലതാണോ? അല്ലമ്മ, പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നതല്ലേ, അതും ലോങ് ജേർണി. ഞാൻ കുറച്ച് റെസ്റ്റ് പോലും എടുത്തില്ല. ആ ശരി, എങ്കിൽ നീ കിടന്ന്. അമ്മ, കോഫി ഇങ്ങോട്ട് എടുത്തോണ്ട് വരുമോ? ശരി, മോൻ കിടന്ന് വേഗം. ശരി. അങ്ങനെ അമ്മ കിച്ചണിലോട്ട് പോയി കോഫി ഇട്ടു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. ബന്നി, ബന്നി. അമ്മ. ബന്നി ആൻറ്റി അല്ല, ആമയാണ്. ആ, ആമേ. കോഫി ആ ടേബിളിൽ വെച്ചു. ആ, എടുത്തു കുടിക്കണേ, ചൂട് ആറുന്നതിന് മുന്നേ. അവൻ മെല്ലെ ടേബിളിന്റെ പുറത്ത് കോഫി വെച്ചിട്ട് തിരിഞ്ഞു നടന്നു. ആമേ. ആ ബന്നി, എപ്പോഴെത്തി? ഞങ്ങള് 2 ദിവസമായി. ആ, ജേണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അമ്മ പറഞ്ഞിരുന്നു നീ വരുമെന്ന്. ആ ബന്നി. ഇപ്പോ ചുമ്മാതെ വന്നെയാണോ അതോ വേറെ എന്തെങ്കിലും? ഹാ ബന്നി, ഞാൻ ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാ. അതെന്ത് പറ്റി അവിടെ? ഇല്ല ബന്നി, പഠിച്ചതും എല്ലാം അവിടെയല്ലേ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോ ഇവിടെ തന്നെ കാണുമോ നീ? ഞാൻ കിച്ചണിലോട്ട് പോട്ടെ. ആൻറ്റി ഒറ്റയ്ക്കുള്ളു, ഹെൽപ്പ് ചെയ്യണം. ആ ശരി. ആമി. ആ ബന്നി. സുഖമാണോ നിനക്ക്? ബന്നിക്കോ? സുഖം. ബന്നിക്ക് സുഖമാണെന്ന് മാത്രം ചോദിച്ച് തിരിഞ്ഞു നടന്നു. വേറൊന്നും സംസാരിച്ചില്ല. അവൻ്റെ കൺസേർട്ടിനെ കുറിച്ചോ ഒന്നും. അവൻ എന്ത് ചെയ്യാന്ന് കൂടെ അവൾക്ക് അറിയില്ല. എന്തു പറ്റി? അമ്മു എന്നോടൊന്നും സംസാരിക്കാതെ നടന്നാകുന്നത്? എന്നോടെന്തെങ്കിലും പിണക്കാണോ? അതോ വേറെന്തെങ്കിലും അഫെയറിൽ അവൾ വീണോ? പണ്ടത്തെ ഓർമ്മകളെല്ലാം അവൾ മറന്നു. എന്തൊക്കെയൊക്കെയോ മനസ്സിൽ വന്ന് അലട്ടുന്നുണ്ടായിരുന്നു അവനെ. കാരണം ആമി ഇപ്പോൾ കുറച്ച് സുന്ദരിയാണ്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അവനൊരു പേടി. എല്ലാവരെയും പോലെ തന്നെ അവളും കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം മറന്നിട്ട് വേറെ എന്തെങ്കിലും അഫെയറിലോട്ട് ചെന്ന് ചാടിയോ, അവന് അബദ്ധം പറ്റിയോ, അവൻ കാത്തിരുന്നതെല്ലാം വെറുതെ ആയോ എന്നൊക്കെ. ഇതേ ചിന്തയിൽ തന്നെ ആ കോഫി കുടിച്ചിട്ട് ബെഡിൽ വന്ന് കിടന്നു. ഉച്ചയ്ക്ക് ആമി തന്നെ ഡോർ വന്ന് തട്ടി. ബന്നി, ഡോർ ഓപ്പൺ ചെയ്യോ, ആൻറ്റി കഴിക്കാൻ വിളിക്കുന്നു. ആ, ഞാൻ വന്നേക്കാം.
ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആമി വന്നത്. അവളിൽ നിന്ന് ഒന്നും തന്നെ അവന് സംസാരമായിട്ട് അല്ലെങ്കിൽ കുട്ടിക്കളിയായിട്ട് ഒന്നും തന്നെ പ്രകടമായില്ല. അതുകൊണ്ട് അവനൊരു വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ആമി തന്നെ മറന്നിട്ടുണ്ടെന്ന് അവന് ഉറപ്പായി. അതെ, ആമി പണ്ടത്തെ ആമിയല്ല. ഇപ്പോ ആമിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇത് ജെയ്ക്ക് അറിയില്ല. കോളൊക്കെ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട് നമ്മുടെ ആമി. ഇതൊക്കെ കാണുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട്. ആമി നമ്മളെ നിന്ന് അകന്നു, ആ ഒരു വിഷമം. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ തന്നെ കടന്നുപോയി. ആമി അവനോട് സംസാരിക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി കൊടുത്തിട്ട് അങ്ങ് റൂമിൽ പോവും, കഥ കടിച്ചിരിക്കും. ഇല്ലേനാ ജോലിക്ക് പോവും, അതായത് ഹോസ്പിറ്റലിൽ പോവും. അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ജെയ്ക്ക് ജിമിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. അളിയ, ജിമിനെ, ആ എവിടാടാ പണി? എടാ ഞാൻ വീട്ടില. എനിക്ക് നിന്നൊന്ന് കാണണം. ശരി, നീ അപ്പാർട്ട്മെന്റിലോട്ട് വാ. യോങ്കിയും ഉണ്ട് ഇവിടെ. നമുക്ക് ഒരു പാർട്ടിയൊക്കെ നടത്താം. ഹയോങ് ഹയോങ് എന്തോ കൺസേർട്ടിന്റെ കാര്യത്തിന് വേണ്ടി പോയേക്കുക. ഇതുവരെ വന്നിട്ടില്ല. ബാക്കി ടീംമേറ്റ്സ് ഒക്കെ അവരും അവരവരുടെ കാര്യങ്ങൾക്ക് പോയേക്കുവാണ്. ഇനി അങ്ങോട്ട് ബിസി ആയിരിക്കും ഇവിടെ. ഹയോങ് അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ പുതിയ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളുമായിട്ട് ഹയോങ് ഇങ്ങനെ നടക്കുകയാണ്. ഹയോങ് 2 ദിവസത്തിനുള്ളിൽ വരും. ഓക്കെ, നീ എന്തായാലും വാ. എന്താണ് ഒരു മൂഡ് ഓഫ്? അത് ഞാൻ വന്നിട്ട് പറയാം. അങ്ങനെ നമ്മുടെ ജെയ്ക്ക് ജിമ്മിന്റെ അപ്പാർട്ട്മെന്റിലെത്തി. അവിടെ യോങ്കി ഉണ്ട്. എല്ലാവരും കൂടെ നല്ല ഡ്രിങ്ക് ആണ് കഴിച്ചു നല്ല രീതിയിൽ ഇരിക്കുമ്പോഴാണ് ജെയ്ക്കിന്റെ അമ്മ കോൾ ചെയ്യുന്നത്. ജെയ്ക്ക്, ആമാ, എവിടാടാ? ഞാൻ ജിമ്മിൻ്റെ അടുത്തുണ്ട്. ജെയ്ക്ക്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു റിലേറ്റീവ് വന്ന് വീട്ടിൽ വെഡ്ഡിങ് വിളിച്ചില്ലായിരുന്നു, അതിന് പോവാ ഞങ്ങൾ. ഓക്കെ. ആമി ആമി വരുന്നുണ്ടോ? ആമിക്ക് വരാൻ പറ്റില്ല. ആമിക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. എന്തായാലും നീ വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കൺസേർട്ട് അത് ഇതെന്ന് പറഞ്ഞിരിക്കും. നീ എന്തായാലും ഞങ്ങൾ വരുന്നിടം വരെ വീട്ടിലുണ്ടാവണം. ആമി തനിച്ചാണ്. അവൾക്കാണെങ്കിൽ ഈ പരിസരത്തുള്ള ആരെയും തന്നെ അറിയില്ല. ശരി മാ, നിങ്ങൾ പോക്കോ. എടാ, പെങ്കൊച്ചുമായിട്ട് വഴക്കിനൊന്നും നിൽക്കല്ലേ. അമ്മ, അവളോട്ട് ഞാൻ എന്തിനാ വഴക്കിന് നിൽക്കുന്നേ? അല്ല, നീയും അവളും കൂടെ സംസാരിക്കാറേ ഇല്ല. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് അവള് ബിസിയല്ലേ, ഞാനും ബിസിയാണ്, അതുകൊണ്ട്. ശരി ശരി, എന്തായാലും തല്ലുകൂടാതിരി, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. ശരി മാ. അങ്ങനെ അവരും ആ റിലേറ്റീവിന്റെ കല്യാണത്തിന് പോയാണ്. ഇപ്പം നമ്മുടെ ജെയ്ക്ക് നല്ല രീതിയിൽ ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ട്. ജെയ്ക്ക് ജിമിനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. യോങ്കിയും ജിമിനും കൂടെ ചേർന്ന് അവരൊരു പ്ലാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അവൻ എക്സിക്യൂട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് പോയി. അവൻ്റെ കയ്യിൽ നിന്ന് കീ എടുത്തു, ഡോർ ഓപ്പൺ ചെയ്തു. അപ്പോഴേക്കും രാത്രി ഇരുട്ടിയിരുന്നു. ആമി നല്ല ഉറക്കാണ്. ആമിയുടെ റൂമിലോട്ട് പോയി ഡോർ തുറന്നു. അപ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ്. എന്താണെന്നറിഞ്ഞില്ല. അവൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്നാണ് ബന്നി, അമ്മോ, ആ ബന്നി ഇങ്ങോട്ടൊന്ന് വരുമോ? നീ ഉറങ്ങിയില്ല അമ്മോ? ഇല്ല ബന്നി. ആ, ബന്നി എന്നൊന്ന് ഹഗ് ചെയ്യോ? ഹഗോ? ബന്നി കുടിച്ചിട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. ബന്നി, എന്താ അമ്മോ? ഇല്ല, എനിക്ക് കുളിരുന്ന പോലെ. എന്നെ ഒന്ന് ചേർത്ത് കിടത്താവോ നെഞ്ചിനോട്? കിടത്താലോ. അങ്ങനെ അവൻ അവളുടെ ബെഡിൽ കിടന്നു. അവളുടെ തലയെടുത്ത് ചെസ്റ്റിൽ വെച്ചു. ഇപ്പൊ ഓക്കെയാണോ? ബന്നി, എനിക്കൊരു കിസ് തരുമോ? ആ, എന്താ? കിസ് തരുമോന്ന്. എന്ത് പറ്റി? കിസ്സൊക്കെ നീ നീ ഇങ്ങനല്ലല്ലോ. കുട്ടിക്കാലത്ത് അമ്മ ഇതൊക്കെ ചോദിക്കും, പക്ഷെ ഇപ്പോഴത്തെ തരാൻ പറ്റുമോ? അങ്ങനെ കിസ് ചെയ്തു. നമ്മുടെ ജെയ്ക്ക് നല്ലപോലെ ആൽക്കഹോൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഇതിൽ രണ്ടുപേരും മൂടാകും. അന്നത്തെ രാത്രി വൈഡായിട്ട് തന്നെ പോയി, നിറയെ റൗണ്ട്സ് പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും
നമ്മുടെ ആമയ്ക്ക് നല്ല രീതിയിൽ ചൂടടിക്കുന്നുണ്ട്. തന്റെ ചെസ്റ്റിൽ എന്തോ ഹീറ്റ് ആവുന്ന പോലെ തോന്നി. നല്ല കണ്ണ് തുറന്നു നോക്കിയപ്പോ ആമയ്ക്ക് നല്ല ഫീവറാണ്. അമ്മു, നിനക്കെന്താ ഫീവർ ആണോ? ഭംഗി കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല ആമയ്ക്ക്. പെട്ടെന്ന് അവനെ തന്നെ നോക്കി. അവന്റെ ദേഹത്ത് ഒരു ഡ്രസ്സ് പോലുമില്ല. അതേപോലെ തന്നെ ആമയുടെ ദേഹത്തും ഒരു ഡ്രസ്സ് പോലുമില്ല. പെട്ടെന്ന് അവൻ ഡ്രസ്സെല്ലാം എടുത്തിട്ട് അവൾക്കും ഡ്രസ്സ് ചെയ്തു. നേരെ അവളെ തൂക്കി എടുത്തോണ്ട് കാറിൽ കൊണ്ടുപോയി ഡ്രൈവ് ചെയ്തു ഹോസ്പിറ്റലിലെത്തി. ഒരു ലേഡി ഡോക്ടറെ തന്നെയാണ് കണ്ടത്. ഡോക്ടർ ഫസ്റ്റ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ചു. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ജേക്ക് പറഞ്ഞ വൈഫാണെന്നാണ്. ഇന്നലെയാണ് വെഡിങ് നടന്നത്. കുറച്ച് വൈഡായി പോയി. വെഡിങ് നൈറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ന്യൂലി വെഡിങ് ആയ കപ്പിൾസ് ആണ്. അപ്പോൾ കുറച്ച് വൈൽഡായിട്ട് പോയിട്ടുണ്ടാവും. അതിനുള്ള മരുന്നുകളൊക്കെ കൊടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ജേക്ക് പറഞ്ഞു തന്റെ വൈഫ് ഒരു ഡോക്ടറാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് തിരിച്ചവര് കാറിൽ കയറി വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ജേക്ക് നമ്മുടെ അമ്മൂനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അമ്മു, ഇന്നലെ രാത്രി നടന്നതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത് നടന്നു? നമ്മൾ തമ്മിലൊന്നും നടന്നില്ലല്ലോ. അമ്മു, ശരിക്കും നിനക്ക് ഓർമ്മയില്ല? ഹേയ് ബന്നി, താൻ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഊഹാപോഹങ്ങളാണ് അതെല്ലാം. അപ്പോ എന്റെ ദേഹത്ത് ഡ്രസ് ഇല്ലാതിരുന്നതും? അത് ബണ്ണി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോ സ്വട്ടായി ഡ്രസ് ചേഞ്ച് ചെയ്ത. അപ്പൊ നിന്റെ ദേഹത്ത് ഡ്രസ് ഇല്ലായിരുന്നല്ലോ അമ്മു. അത് എനിക്ക് ഫീവർ ആയതുകൊണ്ട് ഞാനും ഡ്രസ് ഊരി. പക്ഷെ നമ്മൾ ഒരേ ബെഡിലാണല്ലോ കിടന്നേ, ഒരേ ബെഡ്ഷീറ്റിലും. അത് ജസ്റ്റ് ഒരു ആക്സിഡന്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ബണ്ണി സീരിയസ് ആയിട്ട് എടുക്കണ്ട. ആരോടും പറയും വേണ്ട. എന്ത് എന്തൊക്കെയാ നീ പറയുന്നേ? ആ ബണ്ണി സീരിയസ് ആയിട്ട് എടുക്കണ്ട. എനിക്ക് നേരത്തെ എന്തോ ഫീവറിലടിച്ചതിനാൽ ശരീരത്തൊക്കെ ഒരു മാതിരി കുളിരുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ബണ്ണിയോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഓക്കെ, അതിനപ്പുറം ഒന്നുമില്ല. അമ്മു. അതെ ബണ്ണി, എനിക്കൊരു അഫെയർ ഉണ്ട്. എന്ത്? അതെ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അമ്മു, നീ തന്നെയാണ് ഇതൊക്കെ പറയുന്നേ? ആ, ഞാൻ തന്നെ. ജെ കെ തിരിഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആ ഒരവസ്ഥ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. ആരോട് പറയണം ഒന്നും അറിയില്ല. കാരണം അവളുടെ വായിൽ നിന്ന് തന്നെ വീണു എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അഫെയർ ഉണ്ടെന്നൊക്കെ. ഇത്രയും നാളും അവൻ നമ്മുടെ അമ്മൂനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പയ്യനാണ്. പെട്ടെന്ന് മനസ്സിലാവുമല്ലോടാ. നമ്മൾ ഇത്രയും നാൾ കണ്ട കനവ്, ഒരു ഡ്രീം, നമ്മളുടെ ഗേൾ ഫ്രണ്ട്, അതും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ സിസ്റ്ററിന്റെ മകളെ. അത്രയ്ക്കും ആഗ്രഹമാണ്. കാരണം കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നതാണ്. അവള് വെക്കേഷൻ വരുമ്പോ എല്ലാം നമ്മുടെ ബണ്ണിയുടെ കൂടെ ജേക്കയുടെ കൂടെ ആണുള്ളത്. അന്ന് മുതലേ അവനാണ് നമ്മുടെ ആമിയെന്ന് ഉറപ്പിച്ചതാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും, സഹിച്ചോണെങ്കിൽ ഒക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ജോലി സ്ഥലത്ത് നിന്നാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അതിന്റെ ഒരു പടപടപ്പൊക്കെ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും നോയിസ് സെൻസ് വരുവാണെങ്കിൽ ഇടയ്ക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. ഓക്കെ, എങ്കിൽ നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയുള്ളത്. അങ്ങനെ അവൻ ഒന്നും സംസാരിക്കാറ്, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതിനുശേഷം അവന് അവളെ കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി മെഡിസിൻ എല്ലാം കൊടുത്ത് അവന്റെ റൂമിൽ കയറി കതകടച്ചു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുമാതിരി മരിച്ച അവസ്ഥയാണ്. ആരോടും സംസാരിക്കാനൊന്നും തോന്നുന്നില്ല, ഫുഡ് കഴിക്കണമെന്നില്ല. അവൻ പതിവിലും വിപരീതമായിട്ട് ഡ്രിങ്ക് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഹയോങ് എല്ലാം വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജിമ്മിനും യോങ്കിയും ആണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ടെൻഷനാണ്. അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആദ്യം വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല. പിന്നീട് ഇവൻ തന്നെ തിരിച്ചു വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു, ഇങ്ങനെ ആമി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും എന്തോ പറയണമെന്ന് അറിയത്തില്ല. ഇവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയത്തില്ല. ജിമിൻ അങ്ങനെ ജേക്കയുടെ വീട്ടിലെത്തി. ആമിയെ കണ്ടപ്പോൾ നോർമൽ സംസാരിക്കുന്നതിന് പോലെ തന്നെ ആമി സംസാരിച്ചു വിട്ടു. ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, ചിരിയില്ല, കളിയില്ല, ഒന്നുമില്ല. പണ്ടത്തെ ആമിയെ കുറിച്ച് അവർക്ക് അറിയാം. കുസൃതിയാണ്, കൂടുതൽ കുസൃതിയാണ്, വായാടിയാണ്, സംസാരിക്കും,
ഫുള്ള് സംസാരമാണ്. ഇത് ജിമിനോ എത്തിയോ, എങ്ങനെയുണ്ട്, ഓക്കെ ശരി, ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോവാം, അങ്ങനെ പറഞ്ഞാൽ അവൾ ഹോസ്പിറ്റലിൽ ഡെയിലി അവളുടെ റൊട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഹോസ്പിറ്റലിൽ പോകും, തിരിച്ചു വരും, അങ്ങനെ ധീരസിലാണ്ട ഒരാഴ്ച കടന്നുപോയി. അങ്ങനെ അവർ അമ്മയും അച്ഛനും, അതായത് ജെകെന്റെ അമ്മയും അച്ഛനും തിരിച്ചെത്തി. വിവാഹ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ജെകെ കണ്ടിട്ട് ജെകെയുടെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് അവർക്കറിയില്ല. പക്ഷെ ജെകെ മൂഡൌട്ടാണെന്ന് മാത്രം അറിയാം. ആമിയോട് ചോദിച്ചപ്പോൾ ആമിയും ഒന്നും പറയുന്നില്ല. വഴക്ക് കൂടിയോ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ആമി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ തിരിച്ച് അബ്രോഡിൽ തന്നെ പോവാ, എനിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി പിടിക്കുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആമി തിരിച്ച് അബ്രോഡിൽ തന്നെ തിരിച്ചു പോയി. അതിനുശേഷം നമ്മുടെ ജെക്ക് ഒരുമാതിരി ഒരു അവസ്ഥയാണ്. അതായത് അബ്രോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൾ വന്നാൽ പോലും ചോദിക്കും, ആമി എങ്ങനെയുണ്ട്, സുഖമാണോ, ഇരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്. ജെക്കയുടെ അമ്മയും അച്ഛനും അബ്രോഡിൽ വരണോ, എന്താ കാര്യമെന്നൊന്നും പറയുന്നില്ല അവര്. ആമിക്ക് എന്തോ കല്യാണം ഫിക്സ് ചെയ്തു എന്നൊക്കെ. അപ്പോഴാണ് ശരി, നല്ല കാര്യമല്ലേ എന്നും പറയാം. ആദ്യം ഒന്ന് എതിർത്തു. കാരണം എന്ന് വെച്ചാൽ ജെക്ക് ആമിയായിട്ടുള്ള ഇഷ്ടം അവർക്ക് അറിയാം. അപ്പോ ജെക്ക് തന്നെ പറഞ്ഞു, ഇല്ല, ആമി മറ്റൊരു പയ്യനുമായിട്ട് റിലേഷനാണ്, അവര് മാരേജ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്, അപ്പൊ നമ്മളായിട്ട് വേണ്ട. അപ്പോ ജെക്കയുടെ അമ്മ അവനോട് ചോദിച്ചു, അപ്പൊ നീ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? അപ്പോ ഇല്ലമ്മ, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും എനിക്ക് ആരോടും അങ്ങനെ അഫയർ തോന്നിയിട്ടില്ല. നിങ്ങൾ എന്ത് പറയുന്നോ, നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നോ, അതായിരിക്കും എൻ്റെ ലൈഫിലുള്ള തീരുമാനം എന്ന് പറഞ്ഞു. അപ്പം ജെക്കയുടെ അമ്മയ്ക്ക് ഭയങ്കര വാശിയായി. അതായത് നമ്മുടെ ആമി എന്തായാലും ഇവനെ ബ്രേക്ക് അടിച്ചു, വേണ്ട എന്ന് പറഞ്ഞു. അവരും പ്രതീക്ഷിച്ചത് നമ്മുടെ ആമീനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്നാണ് ജെക്കയ്ക്ക്. പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അവന്റെ അപ്പോഴത്തെ ഒരു മൂഡ് ഓഫ് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മുടെ ജേക്കനെ കല്യാണം കഴിപ്പിച്ചു വിടാൻ തന്നെ അവർ തീരുമാനിച്ചു, അമ്മയും അച്ഛനും. അങ്ങനെ ജിമിന്റെ വീട്ടില് ജിമിന്റെ സഹോദരിയുണ്ട്. ജിമിനെ പോലെ തന്നെ ട്വിൻസ് ആണ് ഇവർ രണ്ടുപേരും, ജിമിനും. അപ്പൊ ജിമിനോട് സംസാരിച്ചപ്പോൾ ജിമിനും ഓക്കെയാണ്. അങ്ങനെ കല്യാണം എൻഗേജ്മെന്റ് ഒക്കെ നടത്തി. അബ്രോഡിലോട്ട് അവര് അതായത് അവരുടെ ആന്റി വിളിച്ചതിനെ തുടർന്ന് അബ്രോഡിലോട്ട് പോവാണ്. കൂടെ ജിമിന്റെ സിസ്റ്ററും ഉണ്ട്. അവളെയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അബ്രോഡിലെത്തി, ആന്റിയുടെ വീട്ടിലെത്തി. ഇതാരാ? ഇത് നമ്മുടെ ജേക്കിന്റെ വൈഫ് ആവാൻ പോകുന്ന കുട്ടിയാണ്. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്നായിരുന്നു. ജേക്ക് എന്താ പറയാ, ജേക്ക് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. അതുമല്ല, പ്രത്യേക ഒരു സാഹചര്യത്തിൽ അങ്ങനെ വേണ്ടി വന്നു ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരികയല്ലേ, അപ്പൊ ഇവിടെ വന്നിട്ട് ആ സർപ്രൈസ് അങ്ങ് പൊളിക്കാന്ന് വിചാരിച്ചു. അപ്പോ നമ്മുടെ ആമി അവിടെ ഉണ്ട്. ആന്റി, ജേക്കയുടെ അമ്മ ആമിക്ക് മുഖം കൊടുക്കുന്നില്ല. അങ്കിള് മാത്രമാണ് സംസാരിക്കുന്നത്. അങ്കിൾ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖം. ആട്ടെ, കല്യാണം എപ്പോഴാ? കല്യാണമോ? ആർക്ക്? ആർക്കാ? അത് നിന്റെ അമ്മ പറഞ്ഞ നിന്റെ വെഡിങ് ആണെന്ന്. അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വെഡിങ്ങോ? എന്തൊക്കെയാ പറയുന്നേ അമ്മ? അതെ, നിനക്ക് ഫെലിക്സിന് ഇഷ്ടല്ലേ? ഫെലിക്സ്? അമ്മ, ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ചു. ഇനി നിങ്ങളുടെ കള്ളക്കളിയൊന്നും ഇവിടെ നടക്കില്ല, അത് വില പോകില്ല. അമ്മ, എനിക്ക് ഒന്നും പറയണ്ട ആമി, ഞാൻ കരയാം. ഞങ്ങക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളൂ. ഞങ്ങള് നിന്നെ മനസ്സിലാക്കാതിരിക്കുവോ? ജെകെയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. എന്ത്? ബണ്ണിയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? അല്ല, ജെകെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ദാ ആ കുട്ടിയില്ലേ, സ്നേഹ, അത് ജെക്കിന്റെ വൈഫാവാൻ പോകുന്ന കുട്ടിയാ. വൈഫാവാൻ പോകുന്ന കുട്ടിയോ? ഹായ് ആമി, സുഖമാണോ? സുഖം. അമ്മ, എനിക്ക് ഹോസ്പിറ്റലിൽ പോണം.
ഞാൻ പോവാ. ഇന്ന് നീ ലീവാന്നല്ലേ പറഞ്ഞേ? ഫെലിക്സിന്റെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ട്. അമ്മ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അവളുടെ സ്വരത്തിലൊക്കെ ഒരു പതർച്ച ഉണ്ട്. അത് അവർക്ക് ഫീൽ ആവുന്നുണ്ട്. എന്ത് പറ്റി മോളെ, നിനക്ക് വയ്യായോ? അങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ബട്ട് അവളൊന്നും വിട്ടു പറയുന്നില്ല. അവള് നേരെ കാറ് എടുത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അങ്ങനെ എല്ലാ ഫെലിക്സിന്റെ വീട്ടുകാരെല്ലാം വന്ന് സംസാരിച്ചു. അങ്ങനെ എൻഗേജ്മെന്റ് ഡേ എത്തി. ഇപ്പോ എൻഗേജ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഫെലിക്സ് നമ്മുടെ ആമയുടെ കയ്യിൽ റിങ് ഇട്ടു. ഇനി ആമയുടെ ഒഴിവാണ്. ആമി മടിച്ച് മടിച്ച് ആ റിങ് ഒന്ന് നോക്കി നമ്മുടെ ജെ കെ ഒന്ന് നോക്കി. പക്ഷെ ജെ കെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ജെ കെ ജിമിന്റെ സിസ്റ്റർ സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ ഭയങ്കര ഒരുമാതിരി കളിച്ചിരി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ആമിയുടെ BP റേസ് ആവുന്നുണ്ട്. എന്തോ BP റേസ് ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ആമിക്ക് ഒരുമാതിരി തല ചുറ്റുന്ന കണക്ക്, വോമിറ്റ് അങ്ങനെയൊക്കെ വരുന്ന കണക്ക് തോന്നി. നമ്മുടെ ഫെലിക്സിനോട് പറയുന്നുണ്ട്, ഫെലിക്സ് എന്താ അമ്മി? ഇല്ല, ഈ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കുറച്ചു നേരത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? ഇനി നീ എനിക്ക് റിങ് ഇട്ടാൽ മതി, കഴിഞ്ഞോ? ഇല്ല, സ്റ്റോപ്പ് ചെയ്യ് പ്ലീസ്. എന്ത് പറ്റി? അല്ല, എനിക്ക് ഒരുമാതിരി തല ചുറ്റുന്ന പോലൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ആമയുടെ അച്ഛനോട് പോയി ഇങ്ങനെ ആമയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ എൻഗേജ്മെന്റ്, ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അവരുടെ അച്ഛന് എല്ലാവരോടും അനൗൺസ്മെന്റ് ചെയ്തു, ഇങ്ങനെ കുട്ടിക്ക് സുഖമില്ല, അതുകൊണ്ട് നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് ഫിക്സ് ആക്കിയിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. അപ്പൊ എല്ലാവരും ഓക്കെ എല്ലാം പറഞ്ഞു. കുട്ടിക്ക് സുഖമില്ലല്ലോ, പിന്നെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതെല്ലാം ഓക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവരവരുടെ വീട്ടിലോട്ട് പോയി. അതായത് വന്ന ഗസ്റ്റൊക്കെ. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് ആമയെ കാണുന്നില്ല. ആമി തലകറങ്ങി താഴെ വീണിട്ടുണ്ട്. ജെ കെ ആണ് ഓടി വന്ന് ആമീനെ പിടിക്കുന്നത്. ആമി, ആമി, അമ്മോ. പെട്ടെന്ന് ആമീന്ന് വിളിച്ച സ്ഥലത്തിൽ നിന്ന് അമ്മൂന്നായി. കാരണം അവന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആമി എന്തൊക്കെ ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാലും ശരി, ആമീനോടുള്ള സ്നേഹം ഒരിക്കലും അവന് മാറാൻ പോകുന്നില്ല. കുട്ടിക്കാലത്ത് നിന്ന് അവന്റെ മനസ്സിൽ കണ്ടു നടന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവള് വേറൊരു പയ്യനുമായിട്ട് കല്യാണം നടത്താൻ പോകുന്നു, എൻഗേജ്മെന്റ് ആണെന്ന് പറയുമ്പോൾ അവനത് മനസ്സിൽ തട്ടുന്ന തന്നെ അല്ല. നമ്മൾക്കായാലും ഉണ്ടാവുന്ന ഫീൽ അല്ലേ. നമ്മള് ലവ് ചെയ്ത് അത് ബ്രേക്കായി പിന്നെ ആളെ നമ്മൾ മുഖാമുഖം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുമാതിരി ചങ്ങിനകത്ത് കത്തി കുത്തി ഇറക്കുന്ന പോലെ ഒരു വേദനയൊക്കെ തോന്നില്ലേ? അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഒരിക്കലും ആമീന്റെ ലൈഫിനെ ബാധിക്കരുത്, തന്റെ ഈ ഫീലിങ്സും കാര്യങ്ങളും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കളിച്ചിരിച്ച് അങ്ങനെയൊക്കെ ഓരോ വിഷമങ്ങളെല്ലാം മറന്നു. ഇത് ആമി ചെക്ക് ചെയ്യുന്നുണ്ടെന്നൊന്നും അവൻ അറിയില്ലല്ലോ. കാണുന്നുണ്ട് അവൾക്ക് പ്രശ്നമാണെന്നൊന്നും. കാരണം ചേക്കയുടെ വിചാരം ആമി അപ്പോഴേ വിട്ടു, അന്നത്തെ കാര്യങ്ങളെല്ലാം മറക്കാനല്ല പറഞ്ഞിട്ട് പോയിട്ടല്ലേ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആമി അവിടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇതൊക്കെ ജേക്കയുടെ മനസ്സിൽ ഒന്നും മിന്നി മറഞ്ഞു പോകുന്നുണ്ട്. അമ്മോ, എന്താ പറ്റിയ നിനക്ക്? ഒന്നുമില്ല തന്നെ. ഓക്കെ. നീ ഓക്കെ ആണോ? സീരിയസ്ലി? ഓക്കെ. നീ ഒരു കാര്യം ചെയ്യ്, റൂമിൽ പോയി റെസ്റ്റ് എടുക്ക, ഞാൻ കൊണ്ടുപോക്കാം. വേണ്ട പണി, ഞാൻ നടന്നു പോയിപ്പോണം. ഇല്ല, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ നമ്മുടെ ജേക്ക് നമ്മുടെ ആമീനെ എടുത്തിട്ട് അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നു. ആമയുടെ അച്ഛന്, ആമയുടെ അമ്മ, മാമന്, അങ്ങനെ എല്ലാവരും വന്നു. നമ്മുടെ സ്നേഹം എല്ലാം വന്നു. അപ്പോഴത്തേക്കും ആമയുടെ അച്ഛൻ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി ഡോക്ടറായിരുന്നു. വന്ന് ചെക്ക് ചെയ്തിട്ട് ഫെലിക്സും അടുത്തുണ്ട്. അപ്പൊ ആമയുടെ അമ്മേനെയും അച്ഛനെയും വന്ന് ആ ഫാമിലി ഡോക്ടർ ഒന്ന് നോക്കി. കണ്ണുകൊണ്ട് ആമയുടെ അച്ഛനെ ഒരു സ്ഥലത്തോട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവരുടെ അച്ഛൻ അങ്ങോട്ട് ഡോക്ടറിന്റെ അടുത്ത് നിന്നു കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആമയുടെ അച്ഛന്റെ മുഖഭാവങ്ങൾ മാറുന്നുണ്ട്. ജേക്ക് അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തു. ഫെലിക്സിന്റെ അടുത്ത് ജേക്ക് പൊക്കോളാൻ പറയൂ, നമുക്ക് പിന്നീട് സംസാരിക്കും, കുട്ടിക്ക് സുഖമല്ല. ഓക്കെ. അപ്പം ജേക്ക് തന്നെ ഒന്ന് കാര്യം പറഞ്ഞ് അങ്ങനെ ഫെലിക്സ് വന്ന് ആമിനെ കണ്ട് തിരിച്ചു പോയി ഫാമിലിയായിട്ട്. അപ്പോ ജേക്ക് എന്താണ് ചോദിക്കുന്നുണ്ട്, അതൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യേ, നിങ്ങള് നമ്മുടെ ഫാമിലി മീറ്റിംഗ് ഹാളിലോട്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് അവിടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഫാമിലി ഹാളിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ കാര്യം, എന്താ കുട്ടിക്ക് എന്താ പറ്റിയത്. അപ്പോ വിശദമായിട്ട് തന്നെ ആമയുടെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരവാദി ഫെലിക്സ് ആയിരിക്കാം. കാരണം അവർ തമ്മില് റിലേഷനിലാണല്ലോ. അപ്പം കുട്ടികളല്ലേ, എന്തെങ്കിലും കയ്യപ്പത്തിൽ പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ജെ കെയുടെ മുഖഭാവങ്ങളൊക്കെ മാറുന്നുണ്ട്.
കാരണം ആമി പ്രഗ്നന്റ് അങ്ങനെ ഒക്കെ പറയുമ്പോൾ ഒരുമാതിരി അവന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ സ്നേഹ നോക്കുന്നുണ്ട്. സ്നേഹയ്ക്ക് ഇതെല്ലാം അറിയാം. സ്നേഹയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവനെ സമാധാനിപ്പിക്കുക എന്ന് മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. കാരണം ഇപ്പോ 2 മാസം കഴിഞ്ഞു, 15 ദിവസമായി. പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു വിടണം. ഇല്ലെങ്കിൽ അത് പ്രശ്നമാവൂലേ. അപ്പോ എല്ലാരും ഓക്കെ പറഞ്ഞു പോവാനായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആമി ഇതെല്ലാം കേട്ടിട്ട് ആ ബെഡിൽ നിന്ന് വന്ന് അവിടെ നിൽപ്പുണ്ട്. അച്ഛാ, എന്താ മോളെ? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നോട് ക്ഷമിക്കണം. അത് സാരമില്ല, നിങ്ങൾ കുട്ടികളല്ലേ, കയ്യബദ്ധങ്ങള് പറ്റാം, അതൊന്നും സാരില്ല. അമ്മയുടെ അമ്മ അടുത്ത് വന്നിട്ട് അമ്മയടുത്ത് പറയാണ്, അമ്മയ്ക്ക് അറിയാം 2 മാസം കൊണ്ട് നീ തന്നെ അല്ല ഇത്ര അവസ്ഥയില്. നിന്റെ മുഖഭാവങ്ങൾ മാറുന്നു, നിനക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നു, നീ ഫുഡ് കഴിക്കുന്നില്ല, നിന്റെ മുഖത്ത് വരുന്ന മാറ്റങ്ങള്, നിന്റെ ശരീരത്ത് വരുന്ന മാറ്റങ്ങളെല്ലാം അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അമ്മയും ഒരു അമ്മയായതാണ്. അപ്പോ അമ്മയ്ക്ക് അറിയാലോ ഒരു മകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോ ആമി കെട്ടിപ്പിടിച്ചിട്ട് സോറി അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അവര് ഓക്കെയാണ്. ഇതിന്റെ കാരണക്കാരൻ ഫെലിക്സ് ആണല്ലേ എന്ന് അവർക്ക് അറിയാം. അപ്പം എത്രയും പെട്ടെന്ന് മോളെ കല്യാണം കഴിക്കണം, ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആമയുടെ മുഖം മാറിയിട്ട് പെട്ടെന്ന് ദേഷ്യത്തില്, ഈ കല്യാണം നടക്കില്ല, നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ കല്യാണം നടക്കാൻ പാടില്ല. ഇതിന്റെ ഉത്തരവാദി ഫെലിക്സ് അല്ല. എനിക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഒരു ചെറുക്കന്റെ ലൈഫ് നശിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ പിന്നെ ആദ്യ കൂടി ആമയുടെ അച്ഛനും അമ്മയ്ക്കും. പിന്നെ ആരാണ് ഇത്രയും നാള് നീ ഫെലിക്സുമായിട്ട് റിലേഷൻ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതാരാണ്? അത് അതിന്റെ ഉത്തരവാദിക്കാരൻ ആരാണ്? ഉത്തരവാദി ആരാണ്? ഇതാരാണ് ചെയ്തത്? ഇങ്ങനൊക്കെ അവർക്ക് വല്ലാത്തൊരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ ആമി. ഉത്തരം കൊടുക്കാനും ആമിക്ക് പറ്റുന്നില്ല. കാരണം ആമി നമ്മുടെ ജെകെയെ നോക്കുന്നുണ്ട്, സ്നേഹയെ നോക്കുന്നുണ്ട്. ഇവര് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആമിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർക്കറിയാം. അപ്പോ ആമി പറയുന്നുണ്ട്, ഇതിന്റെ ഉത്തരവാദി ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഇനി കല്യാണം വേണ്ട, ആരുമായിട്ടും വേണ്ട. അതെങ്ങനെ പറ്റും ആമി? ആമിയുടെ അച്ഛൻ ദേഷിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ പറ്റും? കാരണം ഒരു കുഞ്ഞിനെ, അത് കല്യാണം കഴിക്കാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇതിന് അച്ഛൻ ആരാണെന്ന് ചോദ്യം വരും. അപ്പൊ അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫെലിക്സിനെ തന്നെ കെട്ടണമെന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ് ആമിയുടെ അച്ഛൻ. ഇല്ല ഇല്ല എന്ന് തന്നെ നമ്മുടെ ആമയും പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ആമി സഹകേട്ടോട് പറയുന്നുണ്ട്, ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഈ ആമയും ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഒരേപോലെ തന്നെ ഇല്ലാതാകും. ഇത് ഇതവരെ ഒരുപാട് വിഷമത്തിലാക്കി. അതായത് അവർ അച്ഛനെ അമ്മേനെ ഫുൾ ഫാമിലിനെ. കാരണം ആമി പറഞ്ഞതാണ്. ആമി അങ്ങനത്തെ ഉള്ള ഒരു പിടിവാദക്കാരിയാണ്. അവൾ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല അവർ അമ്മയ്ക്കും അച്ഛനും നല്ല രീതിയിൽ തന്നെ അറിയാം. കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ആമി ആ ഒരു കാര്യത്തിൽ മാത്രം വാശി പിടിച്ച ഭയങ്കര പാടാണ് ആമീനെ ഒന്ന് പിടിച്ചു മാറ്റാൻ. എന്തൊക്കെ നീ ആരൊക്കെ ചത്തെന്ന് പറഞ്ഞെന്ന് പോലെ പോലും ആമി അവളുടെ ഡിസിഷനിൽ നിന്ന് പിറകോട്ടും പോകത്തില്ല, മുന്നോട്ടും പോകത്തില്ല. കാരണം അവൾ അങ്ങനെ ഒരു സംഭവം ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. അപ്പോ ആമയുടെ അമ്മ കണ്ണു കാണിക്കുന്നുണ്ട് അച്ഛനോട്, വേണ്ട, അവള് കൂളാവുമ്പോ അവള് തന്നെ പറയും. അതുവരെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. കാരണം നമുക്ക് ഒരുപോലെ തന്നെ കുഞ്ഞിനെയും സേവ് ചെയ്യണം, അവളെയും സേവ് ചെയ്യണം. വേറെ നിവർത്തി ഒന്നും ഇല്ലാതെ അച്ഛനെ സമ്മതിപ്പിച്ചു എന്ന് പറയാം അമ്മ. അങ്ങനെ ജെകെക്കും ഭയങ്കര ടെൻഷനായി. ഇതെന്താണ് സംഭവം? ജെകെക്ക് എന്തോ ഒരുമാതിരി കത്തുന്നുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. 2 മാസവും 15 ദിവസവും ആയെന്ന് പറഞ്ഞപ്പോഴേ ജെകെക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. കാരണം അവള് വന്നിട്ട് അവിടെ വീട്ടിൽ നിന്ന് വന്നിട്ട് 2 മാസം 15 ദിവസവും ആയി. അപ്പൊ ജെകെ ഉറപ്പിച്ചു ഇത് ജെകെയുടെ തന്നെയാണ്. അപ്പോ ജെകെ നമ്മുടെ ആമീനെ നോക്കിയിട്ട് എന്തോ സംസാരിക്കണമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആമി നോ പറഞ്ഞിട്ട് അവൾ റൂമിലോട്ട് പോയി. ജെകെക്ക് അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജെകെ പെട്ടെന്ന് സ്നേഹം എടുത്ത് ചെന്നിട്ട്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് ജെകെ പറയണില്ല. ജെകെ പറയുന്നത് വെച്ചാൽ ആമീന്റെ ലൈഫ് തകർന്നിരിക്കുകയാണ്. അപ്പോ ആമീനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നിനക്കറിയാം, എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ ആമി ഇല്ലാതെ പറ്റില്ല. അവൾക്ക് വേണ്ടിയാണ് എൻ്റെ ലൈഫ് മൊത്തം ഞാൻ ചെയ്തത്. ഞാൻ ഇങ്ങനൊരു മനുഷ്യനെ അല്ലായിരുന്നു. അവൾക്ക് വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ
കല്യാണം കഴിക്കാന്ന് തന്നെ വിചാരിച്ചു. അവളുടെ ലൈഫ് ഞാനായിട്ട് കുട്ടിച്ചോറാക്കണ്ടെന്ന് വെച്ച്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ, എൻ്റെ അമ്മ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല മുന്നോട്ട്. അപ്പോൾ നമ്മുടെ സ്നേഹയ്ക്ക് മനസ്സില്ല. കാരണം അത്രയ്ക്കും അവളും ഒക്കെ ഓക്കെ ജെ കെ കുറച്ച് സ്നേഹിച്ച് വരുമായിരുന്നു അവളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അവളൊക്കെ ജെ കെ എന്തെങ്കിലും കാര്യമില്ലാതെ പറയില്ലെന്ന് അവൾക്കറിയാം. അപ്പം ജെ കെയോട് അവൾ പറയുന്നു, ഓക്കെ കുഴപ്പമില്ല, എനിക്കറിയാം നിന്നെ, നീ എന്തെങ്കിലും കാര്യമില്ലാതെ ഒരു തീരുമാനം എടുക്കാറില്ല, അതുകൊണ്ട് ഇതും എന്തോ വലിയ കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല, നീ നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി, അമ്മൂനെ കൈവിടരുത്, അവളൊരു പാവം കുട്ടിയാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും ജെക്ക് നീയും ഞാനും അല്ല മാച്ച്, അമ്മു നീയാണ്. ദൈവം ഒന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. എനിക്ക് വേറെ എന്തോ ആണ് ജെ കെ വിധിച്ചേക്കുന്നത്. ഓക്കെ ജെ കെ, ഞാൻ തിരിച്ചു പോവാ. ഞാൻ നിന്നെ കൊണ്ടാക്കാം. വേണ്ട ജെ കെ, സാരമില്ല, ഞാൻ ജിമിനോട് ഏട്ടനോട് ഞാൻ എല്ലാം പറയാം. എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന് തന്നെ ഞാൻ ഏട്ടനോട് പറയാം. ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു. എപ്പോ? കുറച്ചു മുന്നേ അങ്കിൾ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെക്കിന്റെ മുഖഭാവങ്ങൾ എനിക്ക് അറിയാമല്ലോ, എനിക്കറിയാം ജെക്കിനെ. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് ഇതൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഏട്ടൻ ജെക്ക് എന്ത് തീരുമാനം എടുക്കുന്നു അതിനനുസരിച്ച് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ തീരുമാനവും ഇത് തന്നെയല്ലേ, അപ്പോൾ ഈ റിങ് നിന്റെ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ സ്നേഹയുടെ കയ്യിൽ നിന്ന റിങ് നമ്മുടെ ജെക്കയുടെ കയ്യിൽ കൊടുത്തു. ജെക്കയുടെ കയ്യിൽ കിടന്ന റിങ് സ്നേഹ ഊരി എടുത്തു. ഇതെൻ്റെ കയ്യിൽ നിന്ന് ഇരിക്കട്ടെ ജെക്കെ, എൻ്റെ ലൈഫിൽ നീ വന്നപ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ജെക്കെ, അതുകൊണ്ട് ഇതിൻ്റെ ഓരോ ഓർമ്മയായിട്ടിരിക്കട്ടെ. പക്ഷേ നീ പേടിക്കണ്ട ജെക്കെ, ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട്, നീ എനിക്ക് തന്ന ഗിഫ്റ്റായിട്ട് ഞാൻ കരുതി എപ്പോഴും സൂക്ഷിച്ചു വെക്കും. അങ്ങനെ ഒരുമാതിരി സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള സംസാരങ്ങൾക്കിടയിൽ കഴിഞ്ഞ് നമ്മുടെ സ്നേഹ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ തന്നെ ജെക്കെയും ഫാമിലിയും ഉണ്ട്, അതായത് അബ്രോഡിൽ തന്നെ, നമ്മുടെ അമ്മൂൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ ജെക്കെ അമ്മേനെ അച്ഛനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഇല്ല നിങ്ങൾ പൊക്കോ, ഞാനിവിടെ കുറച്ച് നാൾ നിൽക്കാം. അപ്പം ജെക്കയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ ജെക്ക് നീ ആ സ്നേഹമായിട്ട് ഇങ്ങനെയൊക്കെ, അമ്മു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മൂൻ്റെ തെറ്റാണ്, അതിന് നിന്റെ ജീവിതം എന്തിനാണ് നീ സ്പോയിൽ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ജെക്കെ പറയുന്നുണ്ട്, ഇല്ലമ്മ, ഇതിന്റെ ആഹാര ഉത്തരവാദി എന്ന് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ആ ഉത്തരവാദിയായിട്ടുള്ള വ്യക്തി തന്നെ നമ്മുടെ ആമിനെ കല്യാണം കഴിക്കണം. അത് നമ്മുടെ ജെക്ക് ഒരു ഡബിൾ മീനിങ്ങിലാണ് അമ്മയോട് പറയുന്നത്. പക്ഷെ അമ്മയ്ക്ക് ഇത് മനസ്സിലാവുന്നില്ല. അതായത് ഉത്തരവാദി ആരാന്ന് വെച്ചാൽ നമ്മുടെ ജെക്കെയാണ്. അപ്പൊ ആള് തന്നെ കല്യാണം കഴിക്കും അല്ലെ കഴിപ്പിക്കും എന്ന് പറയുന്നത് നമ്മുടെ ജെക്കെ തന്നെ നമ്മുടെ അമ്മുവിനെ കഴിക്കുമെന്നാണ്, കല്യാണം കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓക്കെ എല്ലാം പറഞ്ഞിട്ട് അവരവരുടെ വീട്ടിൽ പോയി. കാരണം നമ്മുടെ ജെക്കെന്റെ അച്ഛനൊരു വലിയൊരു ബിസിനസ് മാനാണ്. അപ്പം അവിടുന്ന് അത്രയും നാള് വിട്ടു നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ജെക്കെ മതിയല്ലോ ഇവിടെ. അപ്പം അച്ഛനും അതാണ് ശരിയെന്ന് തോന്നുന്നു. അച്ഛൻ പറഞ്ഞു, ഓക്കെ നീ എങ്കിൽ ഇവിടെ തന്നെ നിന്നോ, കാരണം അമ്മു എന്ത് എപ്പോ ചെയ്യുമെന്ന് അറിയത്തില്ല, ആ ഒരു സിറ്റുവേഷനിലാണ്. ഇതൊന്നും പക്ഷെ നമ്മുടെ അമ്മൂന് അറിയില്ല. ജെക്കേന്റെ കല്യാണമാണ്, കല്യാണം ഫിക്സായി ഓക്കെ എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയിലുമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മു റൂമിൽ കയറി കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണോന്നൊരവസ്ഥ. പക്ഷെ അവളുടെ എന്താ എന്താ പറയുന്നത്, ബെല്ലിൽ കൈവച്ചിട്ട് പറയാണ്, ബേബി എനിക്കറിയാം നീ എപ്പോഴേ എൻ്റെ ഉദരത്തിൽ ഫോമായെന്ന്, ഞാനത് ഫീൽ ചെയ്തതാണ്. ബട്ട് ഞാനിത് പറയാതിരുന്നതിൻ്റെ കാരണം നിന്റെ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാന്ന്. പക്ഷെ നിന്റെ അച്ഛൻ എനിക്കൊരു വലിയ സർപ്രൈസ് തന്നു. നിന്റെ അച്ഛൻ്റെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇനി നിന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എപ്പോഴും ഈ അമ്മേൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, വേറെ ആരും അമ്മയ്ക്കില്ല. നിന്നെ ഒരിക്കലും ഞാൻ വേണ്ടാന്ന് വെക്കില്ല, എന്നെ കൊണ്ടത് പറ്റില്ല. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ നീ ഫോം ആയപ്പോൾ തന്നെ, അതായത് എൻ്റെ 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 പീരിയഡ്സ് ഡേറ്റ് തള്ളിപ്പോയപ്പോൾ തന്നെ എനിക്കറിയാം നീ എൻ്റെ വയറ്റിൽ ജനിച്ചിട്ടുണ്ട്, ഫോം ആയിട്ടുണ്ട്. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ഞാൻ കാമായിട്ടിരുന്നത്. ഈ 2 മാസം നിന്റെ അച്ഛനെ കാത്ത്, നിന്റെ അച്ഛൻ്റെ വരവിനെ കാത്ത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജെക്കെ പെട്ടെന്ന് ഡോർ നോക്ക് ചെയ്യുന്നത്. അമ്മു, ബന്നി, എനിക്ക് അകത്തോട്ട് വരാമോ? വരാം.
അമ്മോ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ പണി? അല്ല, പണി എന്താ ചോദിക്കാൻ വരുന്നതെന്നറിയാം, പക്ഷെ വേണ്ട പണി. അതെന്തുകൊണ്ട് വേണ്ട? ഇതിന്റെ കാരണക്കാരൻ ഞാനാണോ? ഏ, അല്ല 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 എന്തിനാ കള്ളം പറയുന്നത്? അല്ല പണി, അല്ല. ആമി, നീ എന്റെ കണ്ണിൽ നോക്ക്. എന്റെ കണ്ണുകളിൽ മാത്രം നോക്ക്. പണി, എനിക്ക് നിന്റെ കണ്ണിൽ നോക്കാൻ പറ്റില്ല. അത് തന്നെയാണ് അമ്മു ഞാനും പറയാൻ പറ്റുന്നത്. നിനക്ക് എന്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല. കാരണം ഈ കുഞ്ഞ് എന്റേതാ, എന്റെ മാത്രം. അല്ല 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 കള്ളം പറയാതെ അമ്മു, എന്റേത് മാത്രം ഇത്. കള്ളം പറയാതെ സത്യം പറ. അതെ, ഇത് നിന്റെ കുഞ്ഞു തന്നെ. എന്നിട്ടെന്താ നീ പറയാനാ? എനിക്കത് പറയണമെന്ന് തോന്നിയില്ല. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നെ മറന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ പോയില്ലേ. പിന്നെ എന്തിനു നിന്നോട് ഞാനത് പറയണം? ഈ കുഞ്ഞ് ജീവനോട് ഉണ്ടായാലും ഇല്ലെങ്കിലും നിനക്കെന്താ? ഞാനും ജീവനോടില്ലെങ്കിൽ നിനക്ക് സന്തോഷമല്ലേ? അമ്മ വായി പൊത്തിക്കോണം നീ. ഇനി നീ സംസാരിക്കരുത്. സംസാരിക്കും, അങ്ങനെ രണ്ടുപേരും കൂടെ തമ്മി അടിയായി. ലാസ്റ്റ് അവയുടെ അച്ഛനും അമ്മ ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് കേട്ട് നിപ്പുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ചേക്ക് പണി പറ്റിച്ച. അങ്ങനെ ചേക്കേൻ്റെ അമ്മേനും അച്ഛനെ വീണ്ടും അമ്മേൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു വരുത്തി. ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഫിക്സായി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണമൊക്കെ നടന്നു. ഒരുപാട് വെച്ച് നീട്ടേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞ് കല്യാണം നടത്തി വിട്ടു. കല്യാണ രാത്രി. അമ്മു, എന്താ? അമ്മു സോറി. എന്തിന്? അല്ല, ഞാൻ അന്ന് രാത്രി അങ്ങനൊക്കെ ചെയ്തോണ്ടല്ലേ. എങ്ങനെയൊക്കെ ചെയ്തോണ്ട്? അതാ. അതിന് ഞാനും ഉത്തരവാദിയല്ലേ? ബണ്ണു മാത്രമല്ലല്ലോ. അപ്പൊ അറിയാം. അറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ നടിക്കുന്നേ? എനിക്കൊരു ഹഗ്, കിസ് കെട്ടിപ്പിടിച്ച് കിടന്നൂടെ എൻ്റെ അടുത്ത്? എന്തുവാ? അല്ല, എനിക്കൊരു കിസ് അടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറില്ല. ഒന്നും അടിച്ചോണ്ടാ ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. തങ്ങടി. അങ്ങനെ അവരെ പരിഭവങ്ങളും പരാതികളും പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയ്ക്ക് വീണ്ടും കൺസേർട്ട് അങ്ങനെ ബിസി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അമ്മൂന് ഒരു 9 months ആയിട്ടുണ്ടാവും. ഡെലിവറി ടൈം ആയിട്ടുണ്ട്. ജേക്കേൻ്റെ അമ്മയും ആമയുടെ അമ്മയും കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമയുടെ അച്ഛനും ജേക്കയുടെ അച്ഛനും ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആമിക്ക് എന്തോ തല ചുറ്റുന്ന പോലെ, അടിവയറ്റിൽ എന്തോ കൊളുത്തി പിടിക്കുന്ന പോലൊക്കെ വേദന തോന്നാൻ തുടങ്ങി. നമ്മുടെ ആമയ്ക്കാണെങ്കിൽ അത് നിലവിളിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലായി. ആമി മെല്ലെ സ്റ്റെപ്പുകൾ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴത്തേക്കും കാലൊന്ന് സ്ലിപ്പായി. അവൾ തോന്നും പോലെ താഴെ വീണു. നല്ല രീതിയിൽ ഹെവി ബ്ലീഡിങ് ആയി. ആ സൗണ്ട് കേട്ട് കിച്ചണിലുണ്ടായിരുന്ന ആമയുടെ അമ്മയും ചേച്ചിയുടെ അമ്മയും ഓടിയെത്തിയപ്പോഴേക്കും നമ്മുടെ ആമയും ബോധരഹിതയായി കിടക്കുന്നതാണ് അവർ കാണുന്നത്. മോളെ, അമ്മോ, ആമി, കണ്ണൂർക്ക് എന്താ പറ്റേ? അതൊരു ചേക്കനെ വിളി. ഞാൻ ഏട്ടനെ വിളിക്കാം. മോള് അൺകോൺഷ്യസ് ആയി. അതൊരു പെട്ടെന്ന് തന്നെ ജേക്കിനെ ഇൻഫോം ചെയ്തു. ജേക്ക് പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് ഓടിയെത്തുകയാണ്. അവൻ്റെ ചങ്കൊക്കെ തകർന്നു പോയ അവസ്ഥയായി. അതായത് നമ്മുടെ അമ്മൂന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആയി. അതായത് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് ആമി പ്രഗ്നന്റ് ആണ്. ആ ടൈമിൽ സ്റ്റെപ്പിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ തന്നെ ആമയുടെ കാലിലൊരു മുള്ളുകൊണ്ട് പോലും നമ്മുടെ ചേക്കയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതേപോലെയാണ് ചേക്കയെ അവള് സ്നേഹിക്കുന്നത്. തിരിച്ചു അതേപോലെയാണ്. അപ്പോൾ പെട്ടെന്ന് ചേക്ക വന്നപ്പോഴേക്കും കാണുന്നത് നമ്മുടെ ആമ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അവൻ അവളെ പൊക്കി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും പോകുന്ന വഴി മൊത്തം നമ്മുടെ ചേക്കയ്ക്ക് അറിയുന്നുണ്ട് എൻ്റെ ആമയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എനിക്ക് കുഞ്ഞിനെ കിട്ടില്ല വേണ്ടില്ല. എനിക്ക് എൻ്റെ ആമിന് മതി. അപ്പോൾ നീല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറോട് കാര്യമൊക്കെ പറഞ്ഞ് നേരെ നമ്മുടെ അമ്മൂനെ ലേബർ റൂമിലൂടെ കുഞ്ഞിനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ ഡോക്ടർ വന്നിട്ട് എന്തൊക്കെയോ സൈൻ വാങ്ങുന്നുണ്ട്. ജേക്കബോട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്ക്, ആരെങ്കിലും ഒരാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിനെ മൊത്തത്തിൽ വിളിക്കുകയാണ്. അവനറിയാതെ എല്ലാ ദൈവത്തിനെയും വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു കുഞ്ഞിനായിട്ടാണ് വരുന്നത്. ആമി ആമി ജെക്കെയുടെ ബൈസ്റ്റാൻഡർ ഹസ്ബൻഡ്. അതെ ഞാൻ ജെക്കെ. ഒരു ആൺകുഞ്ഞിനാണ് ആമി ജന്മം നൽകിയിരിക്കുന്നത്. ആമി ആമി ഒന്നും പറയാനായിട്ടില്ല. കുറച്ച് സീരിയസ് ആണ്. സീരിയസ് സീരിയസ് അതെ. അപ്പോഴാണ് ഡോക്ടർ വരുന്നത്. ജെക്കെ, ഏതാ ഡോക്ടർ? ജെക്കെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ നിന്നോട്, ആമിക്ക് സീരിയസ് ആണ്. എല്ലാരെയും അറിയിച്ചോ? എന്ത്? അല്ല, ഇനി ഒന്നും പറയാൻ പറ്റില്ല. എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആമിയുടെ നില കുറച്ച് ക്രിട്ടിക്കലാണ്. ഹാർട്ട് ബീറ്റെല്ലാം ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ പ്ലീസ്, എനിക്ക് വേണ്ടി, എൻ്റെ ഈ പിഞ്ചു കുഞ്ഞിന് വേണ്ടി എൻ്റെ ആമിനെ തിരിച്ചു കൊണ്ടുപോകാം. ഉച്ചയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും മോശമായിട്ടുള്ള കണ്ടീഷനിലാണ് നിങ്ങൾ ആമീനെ ഇവിടെ എത്തിച്ചത്. കുറച്ച് മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഓക്കെയായിരുന്നു. ഇത് പറഞ്ഞപ്പോഴത്തേക്കും ആകെ ജയിക്ക് തകർന്നു. ഇനി എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ നേരെ ആമീനെ കൊണ്ടുപോയിരിക്കുന്ന ICUലോട്ടാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ജെക്ക് ആമി പോയി. ജെക്ക് സത്യത്തിൽ ഒരുമാതിരി മരിച്ച അവസ്ഥയായി. ജെക്ക് അവിടെ എല്ലാം ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഇല്ല, അവൾ മരിക്കില്ല, അവൾ എന്നെ വിട്ടിട്ട് പോവില്ല, അവൾ എന്നോട് വാക്ക് തന്നതാ എൻ്റെ കൂടെ, ഞാൻ മരിക്കുന്നതിന് വരെ കൂടെ ഉണ്ടാവും. ഞാനും എൻ്റെ കുഞ്ഞും അവളും എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാണെന്നറിയും. ഡോക്ടർ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ജെക്കയുടെ എന്താ പറയുക സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജെക്ക പെട്ടെന്ന് ആമയുടെ അമ്മയുടെ എന്ന കുഞ്ഞിനെ എടുത്തിട്ട് ആമയുടെ അടുത്തേക്ക് പോവാണ്. ജെക്ക് വേണ്ട, ആമി ഇനി വരില്ല. ഇല്ല ഡോക്ടർ, ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരും, ഉറപ്പായും കൊണ്ടുവരും. എല്ലാവരും നമ്മുടെ ജെക്കിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജെക്ക് എന്താ ചെയ്യുന്നത്? കാരണം ജെക്കിനെ ആരെ കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റുന്ന ഒരാളെ കൊണ്ടാണ് നമ്മുടെ അമ്മൂനെ കൊണ്ട്. അപ്പൊ അമ്മു ആണെങ്കിൽ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി എന്താ ജെക്ക് മുന്നോട്ട് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയ്ക്ക് മോശമാണ് ജെക്കയുടെ അവസ്ഥ. ജെക്ക് പെട്ടെന്ന് ICUവിന്റെ വാതിലോ തള്ളി തുറന്നു അമ്മൂന്റെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് അമ്മൂന്റെ ഹൃദയത്തോട് ചേർത്താക്കോ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. മറ്റൊരു നെഞ്ചില് നമ്മുടെ ജെക്ക് ചാഞ്ഞു കിടന്നിട്ട് കരയാൻ തുടങ്ങുന്നു. അമ്മു അമ്മ എല്ലാരും പറയാ നീ മരിച്ചു പോയത്. നീ മരിച്ചിട്ടല്ലോ അല്ലേ? നീ 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 അഭിനയിക്കില്ലേടി? ഇടി കള്ളി കണ്ടാന്നേ. നിന്റെ മണ്ണീനെ വേദനിപ്പിക്കില്ലല്ലേ? ഇല്ലല്ലോ, ഇല്ലല്ലോ. നീ നോക്കി, നീ എപ്പോഴും പറയാറില്ലേ പോരാ ഈ വയറ്റിലുള്ളത്. എന്റെ സെറാക്സ് ഫോട്ടോ കോപ്പിയാന്ന് നോക്കി. ചങ്ക് പൊട്ടുന്നുണ്ട് എല്ലാവർക്കും. ജെക്കയുടെ ഈ ഒരവസ്ഥ നമ്മളോട് ഈ പറയുന്നത് അത്രയ്ക്ക് ഫീലിലാണ് പറയുന്നത്. നമുക്ക് ആ ഒരു ഇമോഷണൽ, നല്ല രീതിയിൽ ഇമോഷണൽ രംഗമാണത്. നീ കണ്ടോന്നില്ല, ഞാൻ മരിച്ചു. നമ്മുടെ ആമിയുടെ കൈയൊന്ന് അനങ്ങാൻ തുടങ്ങി. കാരണം നമ്മുടെ ജെക്കിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരായിട്ട് അവളുടെ ഹൃദയത്തോട് വന്ന് വീഴുകയാണ്. അവളത് അറിയുന്നുണ്ട്. പെട്ടെന്നാണ് ജെക്ക് മോണിറ്റർ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ആമീൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നോർമലായിട്ട് വരുന്നുണ്ട്. കളി, നീ തിരിച്ചു വരണം. ഈ ജെക്കയ്ക്ക് വേണ്ടി, പണ്ടിക്ക് വേണ്ടി പോരാതെ സംസാരിക്കുന്നിടത്തല്ലേ അനങ്ങാതെ നടക്കുന്നു. എടിയെ ഇപ്പൊ നോക്കൂ, നിന്റെ മുന്നിൽ വെച്ച്
നിന്റെ മട്ടി മരിച്ച നീ 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 ജീവനോടെ വരുമോ? എങ്കിൽ 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 ഞാൻ പെട്ടെന്നാണ് ജെക്കയുടെ കയ്യിൽ ആമിയുടെ കരങ്ങൾ വന്ന് വീഴുന്നത്. ജെക്കെ ഞെട്ടി. അതെ, ആമി നോർമലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ കൊന്നു കളയട്ടോ. നീ നീ ഞാൻ എന്റെ മുന്നിൽ വെച്ച് മരിക്കുമെന്നോ? അടി കള്ളി, എനിക്കറിയാം നീ നീ മരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഓക്കെ, ഹാപ്പി മൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, ഇതിൻ്റെ സ്പെഷ്യൽ പാട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് പോരായ്മകൾ സംഭവിക്കുന്നുണ്ട് ഇതിൽ. വേറൊന്നുമല്ല, ഇതിൽ വൺ ഷോട്ടായിട്ട് തീർക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ സ്റ്റോറി. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബർ, എൻ്റെ പേഴ്സണൽ ഒരു ചെല്ലക്കുട്ടീസ്, അതായത് എൻ്റെ ദേവാചിരുവിൻ്റെ ക്യൂട്ട് ഫാമിലിയുടെ ഒരു ചെല്ലക്കുട്ടീസ് അശ്വതി മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, അച്ചു നിനക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേഷൻ സ്റ്റോറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞു. ഇതെൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, ബട്ട് നടന്നില്ല. പിന്നെ ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ഫോൾട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചാനൽ കയറി നിങ്ങൾ നോക്കുക. പേഴ്സണലായിട്ട് നമ്മൾ മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് അവിടെയും പറയാം. എന്താണെങ്കിലും എന്നോട് സംസാരിക്കാം. അപ്പോൾ ബൈ. மூச்சவ பேச்சவ பேசும் அழகவ எனக்குள்ள கலக்குறா